നമസ്കാരം. വാർത്താദിനം ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. സോളാർ സമരത്തിൽ നിന്ന് CPIM തലയൂരിയെന്ന വെളിപ്പെടുത്തൽ മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ ഒത്തുതീർപ്പ് ശ്രമം ജോൺ ബ്രിട്ടാസ് വഴിയെന്ന സമകാലിക മലയാളം ലേഖനം. ഒത്തുതീർപ്പിന് ഇടപെട്ടുവെന്ന സമ്മതിച്ച ചെറിയാൻ ഫിലിപ്പ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും. അമ്മയും സഹോദരിയും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. അറസ്റ്റിലായ സുഹൃത്ത് രാജേഷിന് ജാമ്യം. പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച മന്ത്രി ആർ ബിന്ദു. കോഴിക്കോട് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ചികിത്സാ രേഖകൾ ആവശ്യപ്പെട്ട പോലീസ്. ഡോക്ടർ ബിജി ജോൺ ജോൺസനെ ചോദ്യം ചെയ്യും. കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ടായിരുന്നുവെന്ന ഡോക്ടറുടെ വാദം തെറ്റെന്ന കുടുംബം. ഇനിയൊരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കരുതെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. സംസ്ഥാനത്ത് മഴ കനത്തു. കോട്ടയത്ത് മലയോര മേഖലകളിൽ ശക്തമായ മഴ. മീനച്ചിലാറിന്റെ കൈവഴികളിൽ ജലനിരപ്പ് ഉയർന്നു. മലപ്പുറത്തും വയനാട്ടിലും ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാനുള്ള പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കി. ആരെയും വെറുതെ വിടില്ലെന്നും ഉണ്ണിത്താൻ. ജ്ഞാനായ സഭയിൽ പ്രതിസന്ധി. സഭയിൽ പാത്രിയോർക്കസിന്റെ ഇടപെടൽ. സമുദായ മെത്രോപൊലിത്ത മാർ സെവേറിയസിന് സസ്പെൻഷൻ. ചിങ്ങവനത്ത് അടിയന്തര യോഗം.